രവി സാർ വരുന്നുണ്ട്. ഹായ്. ഹായ്. ഹലോ. ഹായ്. ഹായ്. വെൽക്കം ചേട്ടായി. താങ്ക് യു. രവി സാറിന് ഈ പുതിയ ഡ്രസ്സിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. താങ്ക് യു. എന്താ സുകന്യ, എല്ലാവർക്കും ഒരേപോലത്തെ കമന്റ് ആണല്ലോ പറയുന്നത്. ബ്രദറെല്ലാം വന്നപ്പോ എന്റെ ഭംഗി കുറഞ്ഞു പോയോ? ഏയ് ഇല്ല മാഡം, മാഡത്തിന്റെ ഭംഗിയെ തോൽപ്പിക്കാൻ ഇവിടെ ആർക്കും പറ്റില്ലല്ലോ. ആ അതാണ്. സുകന്യക്ക് കാര്യം അറിയാം. അമ്മ, സുകന്യക്ക് ഈ മാസം ഒരു ദിവസത്തെ ലീവ് അധികം കൊടുത്തേക്കണം വിത്ത് സാലറി. രഘു, തമാശ മതി. ബ്രദർ-in-law, she's right. You're looking great today. ഓ താങ്ക് യു അനിത്യക്കുട്ടി. ഓ അതൊന്നും പറയണ്ട. ഇപ്പൊ നിന്റെ കൂടെ നിന്റെ ജീവിത പങ്കാളി കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇതിലും ഭംഗി കൂടിയാണ് നിന്നെ കാണാൻ. അമ്മേ ഞാൻ പോട്ടെ. എടാ ശരി ശരി, ഞാൻ ഒന്നും പറയുന്നില്ല. എന്നാ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം സാർ. ഉം. ഇന്ന് രഘുവർമ്മൻ സാറിന്റെയും രേഖ മാമിന്റെയും വെഡിങ് ആനിവേഴ്സറി അല്പം ഡിഫറെന്റ് ആയി സെലിബ്രേറ്റ് ചെയ്യാനാണ് ഞങ്ങളുടെ പ്ലാൻ. എന്താ? സിമ്പിൾ ആണ് സാർ. ഇവരുടെ എൻഗേജ്മെന്റ് ഡേ ഇന്നിവിടെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാണ്. വൗ, ദാറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ. എന്റെ ദേവി, എന്റെ മോളെ കാത്തോളണേ. Take this, sir. Ma'am. കട്ട് ചെയ്യട്ടെ. അല്ലെങ്കിൽ ഈ മാല ഞാൻ ആർക്കാണോ കൊടുക്കുന്നത് അവളായിരിക്കും ഈ കുടുംബത്തിലെ മൂത്ത മരുമകളായ രവിയുടെ പെണ്ണ്.
എന്താ രവി, നിനക്ക് സമ്മതമല്ല ഞാനീ പറയുന്നത്? ഗുഡ് ന്യൂസ് അമ്മേ. കമോൺ ചേട്ടായി. എല്ലാരും എന്താ മിണ്ടാതിരിക്കുന്നേ? ചേട്ടായി കല്യാണം കഴിക്കാൻ പോകുന്നു. ലെറ്റ്സ് സെലിബ്രേറ്റ് ഇറ്റ്. ഏയ് നോ പ്ലീസ്. അമ്മേ, ഇന്നത്തെ ഫംഗ്ഷൻ രഘുവിനും അനിയത്തിക്കുട്ടിക്കും ഉള്ളതാണ്. ഇന്ന് എന്റെ വിവാഹത്തെക്കുറിച്ചുള്ള സംസാരം വേണ്ട പ്ലീസ്. അതൊക്കെ ഇനിയൊരു ദിവസം സംസാരിക്കാം നമുക്ക്. ദാറ്റ്സ് കറക്റ്റ്. ബ്രദറിൻലോ പറഞ്ഞതാ ശരി. ഇന്നത്തെ ദിവസം രഘുവിന്റെയും എന്റെയും. ബൈ ദ ബൈ, എനിക്കെന്തോ സർപ്രൈസ് ഉണ്ടെന്ന് കേട്ടു. ബ്രദറിൻലോ ഒന്നും തന്നില്ലല്ലോ. സർപ്രൈസ്? യാ ബ്രദറിൻലോ, സാന്ദ്ര വാക്ക് പറഞ്ഞതാണല്ലോ. ബ്രദറിൻലോ എനിക്കെന്തോ സർപ്രൈസ് തരുമെന്ന്. സർ, അത് സർ വരാൻ ലേറ്റ് ആയപ്പോ. അതോ, ആക്ച്വലി ഞാൻ എന്ത് സർപ്രൈസ് തരണമെന്ന് കുറെ ആലോചിച്ചതാ. പക്ഷേ വ്യക്തമായിട്ടൊരു ഐഡിയ കിട്ടിയില്ല എനിക്ക്. പിന്നീട് ആലോചിച്ചപ്പോ നിങ്ങൾക്ക് ഇനി ഞാൻ എന്ത് പ്രത്യേകിച്ച് ഗിഫ്റ്റും സർപ്രൈസ് നൽകാനാ? ഈ കാണുന്നതെല്ലാം രഘുവിനുള്ളതല്ലേ? ഏയ്, അത് കൊള്ളാം. ഉഴപ്പി പറഞ്ഞ് ബ്രദറിൻലോ ഞങ്ങളെ കളിപ്പിക്കുക അല്ലേ? ഗിഫ്റ്റ് വാങ്ങി തരാതെ ഇങ്ങനെ ജനറലായി പറഞ്ഞൊഴിയാൻ സമ്മതിക്കില്ല ഞാൻ. നമുക്ക് ഗിഫ്റ്റ് തന്നേ പറ്റൂ. ഏയ് രേഖ, നീ എന്തിനാ ചേട്ടായി വെറുതെ? യു കീപ് ക്വൈറ്റ്. അതുമല്ല, അമ്മ ഇപ്പോ ബ്രദറിൻലോയുടെ മാരേജ് പോലും അനൗൺസ് ചെയ്തത് കേട്ടല്ലോ. ഈ ഒരു സന്തോഷത്തിലെങ്കിലും നമുക്കൊരു ഗിഫ്റ്റ് തന്നില്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ഫെയർ ബ്രദറിൻലോ. ഞാൻ സാന്ദ്ര പറഞ്ഞത് പ്രകാരം ബ്രദറിൻലോയെ വിശ്വസിച്ചു. ആ വിശ്വാസമാ ബ്രദറിൻലോ നശിപ്പിക്കുന്നത്. ഏയ്, ഒരിക്കലുമല്ല. വിശ്വാസം തകർക്കുന്ന ഒന്നും ചെയ്യില്ല ഈ രവിവർമ്മൻ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ അനിയത്തിക്കുട്ടി, എന്ത് ഗിഫ്റ്റ് തരണമെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്കൊരു ഡിസിഷനിലെത്താനാകുന്നില്ല. ഇനി അനിയത്തിക്കുട്ടി തന്നെ പറയും എന്താ ഗിഫ്റ്റ് ആയിട്ട് വേണ്ടത്. ടെൽ മീ നൗ. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ഗിഫ്റ്റ് ചോദിച്ചാലും തരുവോ ബ്രദറിൻലോ? എന്നെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. രവിചന്ദ്രവർമ്മന് കഴിയാത്തതായിട്ട് എന്താ ഉള്ളത്? ഇതും വളരെ ഈസിയാ ബ്രദറിൻലോയ്ക്ക്. ചോദിക്കട്ടെ ഞാൻ? ചോദിച്ചോളൂ, തന്നിരിക്കും. ശരി, എങ്കിൽ എനിക്ക് ബ്രദറിൻലോയുടെ സീക്രട്ട് റൂമിന്റെ കീ ആണ് ഗിഫ്റ്റ് ആയിട്ട് വേണ്ടത്. ഹലോ മാഡം, സെക്യൂരിറ്റിയാണ്. ഇവിടെ ഫംഗ്ഷന് പങ്കെടുക്കാൻ ഒരാൾ വന്ന് നിൽക്കുന്നു. രവിവർമ്മ സാർ വിളിച്ചിട്ട് വന്നതെന്നാ പറയുന്നത്. ഇവിടെ ഒരു ഫംഗ്ഷന് നടക്കുന്നില്ലെന്ന് പറയും. ഓക്കെ മാഡം. ശല്യം. വാസ്തവം പറഞ്ഞാലേ, ഞങ്ങൾ ഇവിടെ വന്നത് മോൾ അറിഞ്ഞിട്ടേയില്ല. ബോധം തെളിഞ്ഞപ്പോ അവൾ ഒറ്റയ്ക്കങ്ങ് വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നിട്ട് സാറിന് ഫോൺ വിളിക്കാന്നാ ഞങ്ങൾ കരുതിയത്. അപ്പോഴേക്ക് ഇങ്ങോട്ട് വിളിച്ചു. എവിടേക്കാ നീ പോന്നേ? മരിക്കാനാണോ? മരിക്കണോ നിനക്ക്? മരിക്കണോന്ന്? അല്ല, നീ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നത്?
അപകടമല്ലേ അത്? നിന്നെ അവൻ കൊല്ലും. പൊയ്ക്കോ, പെട്ടെന്ന് പൊയ്ക്കോ. നിന്നെ അവർ കൊല്ലും. വേഗം പൊയ്ക്കോ, പൊയ്ക്കോ. നിങ്ങൾ കള്ളവോ പറയുന്ന? സത്യത്തെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല, അതുകൊണ്ടാ നിങ്ങൾ മരണത്തെ ഭയക്കുന്നത്. നിങ്ങൾ കള്ളം വിശ്വസിക്കുന്നു. നിങ്ങൾ കള്ളമാണ് വിശ്വസിക്കുന്നത്. അതാണ് ഭയം, അതാണ് മരണം. മനസ്സിലായി, മനസ്സിലായി എനിക്ക്. നമ്മൾ രണ്ടുപേരും ഒരേ പാതയിലാണ് സഞ്ചരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് കള്ളമാണെങ്കിൽ നീ വിശ്വസിക്കുന്നു അത് തന്നെ. അപ്പോ നീ ഞാനും ഒരുപോലെ, രണ്ടുപേരും ഒരുപോലെ, നീ ഞാനും ഒരുപോലെ, ഭ്രാന്തനും ഭ്രാന്തിയും. അവനെത്തി, എന്റെ ശത്രു. എന്റെ ശത്രു വന്നു. ശത്രു ഇവനാ സൂത്രധാരൻ. ഇവനാണ് എല്ലാത്തിനും സൂത്രധാരൻ. എല്ലാം ഒരു ദിവസം പുറത്തു വരും. ഇവനാ സൂത്രധാരൻ, എന്റെ ശത്രു. പോകാൻ വിടില്ല നിന്നെ ഞാൻ. വിടില്ല, വിടില്ല. പോകാൻ പറഞ്ഞില്ലേ? പോകാൻ. ഈ വീട്ടിൽ നിനക്കും ബ്രദർ ഇൻ ലോയ്ക്കും ഒരേ അവകാശമുണ്ട്. അതുകൊണ്ട് നീ ഒരു നിമിഷമെങ്കിലും നിനക്ക് വേണ്ടി എനിക്ക് സംസാരിച്ചേ പറ്റൂ. സോ അല്പനേരം ഒന്നും മിണ്ടാതിരിക്കണം. അതാണ് നിനക്ക് ഈ ദിവസം എനിക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. അല്ല, ബ്രദർ ഇൻ ലോ ഇതുവരെ പ്രതികരണമൊന്നും നടത്തിയില്ലല്ലോ. എന്താ മറുപടിയൊന്നും ഇല്ലേ പറയാൻ? മറുപടി ഇല്ലല്ലേ? ശരി, പറ്റില്ലെങ്കിൽ വേണ്ട ബ്രദർ ഇൻ ലോ, മറന്നേക്ക്. കാരണം ഈ വീട്ടിൽ രഘു വെറും ഒരു സെക്കൻഡ് ഓപ്ഷൻ മാത്രമാണെന്ന് എനിക്കറിയാം. വൈഫൈ കിട്ടിയില്ലെങ്കിൽ നമ്മൾ മൊബൈൽ ഡേറ്റ ഉപയോഗിക്കില്ലേ, അതുപോലൊരു സെക്കൻഡ് ഓപ്ഷൻ. ബ്രദർ ഇൻ ലോയ്ക്ക് മൂഡ് ശരിയല്ലെങ്കിൽ, അല്ലെങ്കിൽ തീരെ സമയമില്ലെങ്കിൽ, കുറച്ചു സമയം കസേര പിടിച്ചിരുത്താനുള്ള ഒരു ടെമ്പററി ബോസ്. രഘു, ലുക്ക്, യു ആർ ജസ്റ്റ് ലൈക്ക് എ റോബോട്ട് ഇൻ ദിസ് ഹൗസ്. ഹായ്, ഹലോ, ഐ എം രഘു ചന്ദ്രവർമ്മൻ. ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? അങ്ങനെ പോ. ഇനി അതല്ലെങ്കിൽ യു ആർ ജസ്റ്റ് ലൈക്ക് എ കിഡ്. രഘു ഒരു വിധി, യൂസ്ലെസ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മൂലയിൽ എടുത്ത് വെച്ചേക്കാം. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അനിയത്തിക്കുട്ടി, പ്ലീസ് ദയവിത് ഇങ്ങനൊന്നും സംസാരിക്കരുത്. അനിയത്തിക്കുട്ടിയും രഘുവും നമ്മളെല്ലാവരും സന്തോഷമായിട്ടിരിക്കേണ്ട ദിവസമാണ്. നമുക്കിടയിൽ ഒരു തെറ്റിദ്ധാരണക്കും വിഷമത്തിനും ഇടവരാൻ പാടില്ല. ഇനി മുതൽ ഓഫീസിൽ എന്റെ സ്ഥാനത്ത് രഘു ഉണ്ടാകണം. അത്രയല്ലുള്ള ആവശ്യം. ചേട്ടായി എന്തായി പറയാൻ പോകുന്നേ? വെയിറ്റ്. അപ്പോ ഇന്നലെ ഞാൻ ഓഫീസിൽ പോയിരുന്നല്ലേ? അതാണ് ആ ഭ്രാന്തൻ. ഭ്രാന്തനോ? ഏത് ഭ്രാന്തൻ? നീ എന്തായി പറയുന്നേ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോ ആ ഭ്രാന്തനെ കണ്ടതും സെക്യൂരിറ്റിയോട് രവിസാറിനെ അന്വേഷിച്ചതും സ്വപ്നമായിരുന്നോ? അല്ലല്ലോ, അത് സ്വപ്നമല്ല. ഞാൻ അവരെ ശരിക്കും കണ്ടതാ. ഞാൻ അവരോട് സംസാരിച്ചതാ. അത് സ്വപ്നമല്ല.
മോളെ, നീ എന്താ മിണ്ടാത്തത്? നിനക്കിത് എന്തു പറ്റി? മോളെ ശ്രീലക്ഷ്മി, അമ്മ. മോളെന്തോ ദുസ്വപ്നം കണ്ടോ? മോളെന്താ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല അമ്മ. സാരയില്ല, ഇന്നലെ അഷ്ടമിയായിരുന്നില്ലേ, അതുകൊണ്ടാ മോള് ദുസ്വപ്നം കണ്ടത്. ചൂടോടെ ഒരു ചായ കുടിച്ചിട്ട് എഴുന്നേറ്റ് മുഖം കഴുകുക, അതോടെ ശരിയായിക്കോളുമല്ല. ഞാൻ കണ്ടതൊക്കെ സ്വപ്നമായിരുന്നു. ഞാൻ രവി സാറിന്റെ വീട്ടിൽ പോയത് സത്യമല്ലേ? ആ ഭ്രാന്തന എന്നെ തടഞ്ഞതും ഞാൻ തർക്കിച്ചതും വെറും മായാണോ? ഒന്നും മനസ്സിലങ്ങോട്ട് വ്യക്തമാവുന്നില്ലല്ലോ ഈശ്വര. ശ്രീലക്ഷ്മി, മഫ്ലർ ഞാൻ രവി സാറിന് കൊണ്ടേ കൊടുത്തായിരുന്നോ? ഇല്ലല്ലോ. എവിടെ? നോക്കിക്കളെ. പക്ഷെ അത് ഞാൻ ഇവിടെയല്ല വെച്ചിരുന്നത്. ശ്രീലക്ഷ്മി തലചുറ്റി വീഴുമ്പോ റെക്കോർഡ് റൂമിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു? മൂർത്തി സാറോ മറ്റോ? അതെ സർ, അവിടെ രാമൂർത്തി സാർ ഉണ്ടായിരുന്നു. ആ മുറിയിലല്ല, പുറത്ത്. സാറ് ശ്രീലക്ഷ്മി അവിടത്തോട് പഴയ ചില ഫയലുകൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നു. കുറെ നേരം കഴിഞ്ഞിട്ടും മാഡം പുറത്തു വന്നില്ല. അപ്പൊ നോക്കാൻ ചെന്ന മൂർത്തി സാറാ മാഡം ബോധം കിട്ടി കിടക്കുന്ന കണ്ടത്. താഴെ ഒരു പഴയ രജിസ്റ്റർ വീണ് കിടക്കുന്ന കണ്ടു എന്ന് പറഞ്ഞിരുന്നു. പഴയ രജിസ്റ്ററോ? അതാരും പറഞ്ഞില്ലല്ലോ. അതെ സർ, ഒരു പഴയ രജിസ്റ്റർ ഉണ്ടായിരുന്നു. ഓ, നജീബ്, ആ രജിസ്റ്റർ എടുത്തോണ്ട് വരൂ, ഞാനൊന്ന് കട്ടെ. ഓക്കെ സർ. നജീബ്. സർ.
ഞാൻ ഓഫീസിൽ വന്ന കാര്യം വേറെ ആരോടും പറയണ്ട. രജിസ്റ്റർ നോക്കിയിട്ട് എനിക്ക് പെട്ടെന്ന് തിരിച്ചു പോകണം. ശരി സർ. ഇതിൽ നിന്നൊരു പേജാരോ കയറിയിരിക്കുന്നല്ലോ. നീ ശ്രീലക്ഷ്മി ആയിരിക്കും. ബോധം കെട്ട് ട്രീറ്റ്മെന്റിൽ കിടക്കുമ്പോൾ കയ്യിൽ കയറിയ കടലാസുള്ള കാര്യം ആരും പറഞ്ഞില്ലല്ലോ. അപ്പം ഇത് ചെയ്ത ആരായിരിക്കും? ഇത് രണ്ടും കൂടെ കൂട്ടി വായിച്ചാൽ ഞാൻ കാട് കയറി ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? പക്ഷെ നടക്കുന്ന കാര്യങ്ങളൊന്നും മാറ്റാകുന്നില്ലല്ലോ. എന്തൊക്കെയോ അവ്യക്തതകൾ എന്റെ ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ രാജനന്ദിനിയുടെ പങ്കത്തായിരിക്കും. സാറ് വന്ന എക്സൈറ്റ്മെന്റില് എനിക്ക് വാക്കുകൾ കിട്ടാതിരിക്കാൻ ഞാൻ. അങ്ങനെ പറയാൻ വേണ്ടി പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല എനിക്ക്. അല്ല, ഇന്നലെ ശ്രീലക്ഷ്മി ഈ വീട്ടിൽ എത്ര മണിക്കാണ് തിരികെ എത്തിയത്? ഇന്നലെ വൈകിട്ട് കൃത്യമായ സമയം ഓർമ്മയില്ല സർ, പക്ഷെ ലേറ്റ് ആയെന്ന് തോന്നുന്നു. ഓ, ലേറ്റ് ആയോ? അതെന്ത് പറ്റി? അത് ഓഫീസിൽ ഇന്നലെ ജോലി ഇല്ലായിരുന്നോ? ആ മൂർത്തി സാറിന് പഴയ ഫയലുകൾ കണ്ടുപിടിച്ചു കൊടുക്കലായിരുന്നു പ്രധാന പണി. ആ മുറി മുഴുവൻ പൊടിയാ. ഇടയ്ക്ക് തുമ്മി തുമ്മി എനിക്ക് വയ്യാതായത്. അല്ല ശ്രീലക്ഷ്മി, ഞാൻ ഇന്നലെ രാത്രി എന്റെ വീടിന് മുമ്പിൽ വന്നിരുന്നു. സാറിന്റെ വീട്ടിന് മുമ്പിലോ? അയ്യോ സോറി സർ. സാർ ഇന്നലെ റിക്വയർമെന്റ് സാറിന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് എന്നെ ക്ഷണിച്ചിരുന്നു അല്ലേ? എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു, വരാൻ പറ്റിയില്ല. ഐ എം റിയലി സോറി സർ, സോറി. അപ്പോ താൻ സത്യമായിട്ടും വന്നില്ല ഇവിടെ? സത്യമായിട്ടും വന്നില്ല സർ. അതിനെനിക്ക് സാറിന്റെ വീട് അറിയില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെ വരും അവിടെ? എല്ലാരും എത്തിയില്ല ഇതുവരെ? ഇല്ല, എത്തുന്നേ ഉള്ളൂ. ഗവൺമെന്റ് സാറോ? അറിയില്ല. രാവിലെ കൺട്രോൾ റൂമിൽ എന്തൊക്കെയോ മീറ്റിംഗുകൾ നടക്കുന്നുണ്ട്. സാന്ദ്ര മാഡം നജീബിക്ക് ഫയലുകൾ കൊണ്ട് വിളിപ്പിച്ചിട്ടുണ്ട്. ആ, എന്നാ ഇനി പൂരം തന്നെ. സാറ് വന്നിട്ടുണ്ടായിരിക്കും. ഒരു ഫയലും എടുത്ത് എന്തെങ്കിലും പറഞ്ഞ് ക്യാബിനിലേക്ക് വെറുതെ കയറി ചെന്നാലോ? ഷേ, അത് ചിലപ്പോ പ്രശ്നമാവും. സാന്ദ്ര മാഡം അവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? കുറച്ചു കഴിയട്ടെ. നോക്ക് ശ്രീലക്ഷ്മി, ഐ ഹാവ് സംതിങ് വെരി ഇമ്പോർട്ടന്റ് ഫോർ യു. ഇത് വളരെ വളരെ കോൺഫിഡൻഷ്യൽ ആയ ഒരു ഫയലാണ്. ഗ്രീൻ സിറ്റിയുടെ ടെൻഡർ കോട്ട് ചെയ്ത ഫയൽ വിത്ത് ഡീറ്റെയിൽസ്. യാതൊരു കാരണവശാലും ഇതിലെ കണ്ടന്റിൽ ലീക്ക് ആകാൻ പാടില്ല. ഇത് വളരെ ഇമ്പോർട്ടന്റ് ഫയൽ ആയതുകൊണ്ട് നമുക്ക് വിശ്വാസമുള്ള ഒരാളുടെ കയ്യിൽ വേണം ഇത് ഏൽപ്പിക്കാനെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അത് മറ്റാരുമല്ല, താൻ തന്നെയാ. സർ, ഞാനോ? ഓഫ് കോഴ്സ്, താൻ തന്നെ. ഇറ്റ്സ് എ മാറ്റർ ഓഫ് ട്രസ്റ്റ്. ചേട്ടായിക്കും എനിക്കും തന്നെ വിശ്വാസമാണ്. സോ ഇത് വളരെ ഭദ്രമായി താൻ തന്നെ സൂക്ഷിച്ചു വെക്കണം. ഡു യു അണ്ടർസ്റ്റാൻഡ്? യെസ് സർ. എന്നെ വിശ്വസിച്ചതിന് വളരെ നന്ദിയുണ്ട്. യു ആർ വെൽക്കം.
ഈ പ്രോജക്റ്റിന്റെ മാസ്റ്റർ ബ്രെയിൻ സാന്ദ്രയാണ്. എന്നാലും താൻ കൂടി ഇതൊന്നും നോക്കി പഠിച്ചതിന് ശേഷം തന്റെ ഒപ്പീനിയൻ പേഴ്സണലി അറിയിക്കണം ഉടൻ തന്നെ. യെസ് സർ, ചെയ്യാം. എക്സ്ക്യൂസ് മീ സർ, സാറിന് ഞാൻ തയ്യാറാക്കിയ പ്രോജക്റ്റ് ഇഷ്ടപ്പെട്ടില്ലേ? പിന്നെന്തിനാ ശ്രീലക്ഷ്മിയോട് ഒപ്പീനിയൻ ചോദിക്കുന്നത്? വി ക്യാൻ പ്രൊസീഡ് വിത്ത് ദിസ്. എന്താ പറ്റില്ലേ? പറ്റും. പക്ഷെ സാന്ദ്ര, ഏത് വിഷയത്തിലും നമ്മൾ ആലോചിക്കാത്ത ഒരു ആംഗിൾ ശ്രീലക്ഷ്മി നോക്കി കാണാറുണ്ട്. ഷി ഹാസ് സച്ച് എ ഗ്രേറ്റ് ഐഡിയാസ്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ലെറ്റ് ഹർ ടെൽ ഹർ ഒപ്പീനിയൻ. അതുകൊണ്ട് ദോഷമൊന്നുമില്ലല്ലോ. ശ്രീലക്ഷ്മി, യു ക്യാൻ ഗോ നൗ. യെസ് സർ, താങ്ക്സ്. ഫയല് പ്രത്യേകം സൂക്ഷിക്കുന്ന കാര്യം മറക്കണ്ട. യെസ് സർ, അറിയാം. രവി സാർ എവിടെയാണെന്ന് ചോദിച്ചാലോ? എന്താ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല സർ, താങ്ക്സ്. സർ, ഇത് പിന്നെ ഇത് തന്റെ അല്ലേ? സത്യം പറയും. അതെ സർ, ഇത് ഞാൻ തന്നെയതാ സാറിന് തരാൻ വേണ്ടി. ഇത് നഷ്ടപ്പെട്ടു പോയെന്ന് കരുതി ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടതാ. സാറിനത് എവിടുന്ന് കിട്ടി? എവിടുന്ന് കിട്ടിയാലെന്താ? എനിക്ക് വേണ്ടി തുന്നിയത് എന്റെ കയ്യിൽ തന്നെ വന്ന് ചേർന്നല്ലോ. എന്താ അത് പോരെ തുന്നൽക്കാരിക്ക്? ആക്ച്വലി എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നന്നായിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. അത് ശരി, അപ്പൊ വെറും താങ്ക് യു മാത്രമേ ഉള്ളൂ അല്ലേ സർ? എന്ന് വെച്ചാ പിന്നെന്താ വേണ്ടത് എനിക്ക്? മുല്ലപ്പൂ കൊണ്ടുവന്നിട്ട് മനസ്സിലുള്ളത് തുറന്നു പറയാതെ കളിപ്പിക്കുകയാണല്ലേ സർ? ശരി ശരി, നടക്കട്ടെ. ഇനിയും ആ മുല്ലപ്പൂ കൊണ്ടുവന്ന് എന്റെ മുഖത്ത് നോക്കി ഐ ലവ് യു എന്ന് പറയുന്നത് വരെ ഞാനും കളിപ്പിക്കും. നോക്കിക്കോ. ഹലോ, ഒന്നും പറയാതെ താനെന്തിനാ ചിരിക്കുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇതേ ചോദ്യം ഞാൻ അന്ന് ചോദിച്ചപ്പോ സാർ ദേഷ്യപ്പെട്ടു. ഇപ്പൊ മനസ്സിലായോ? ചില കാര്യങ്ങള് നമ്മൾ കേൾക്കേണ്ട ആളുടെ നാവിൽ നിന്ന് തന്നെ കേട്ടാലേ സമാധാനാകുമെന്ന്. ഓ ശരി, ഓക്കെ, ഞാൻ തോറ്റിരിക്കുന്നു. എനിക്ക് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങളുണ്ട്. അപ്പോ ഞാൻ പോവാം. ഓക്കെ, ശരി സർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സീ യു സൂൺ. എന്താണ് വർമ്മൻ ഗ്രൂപ്പിന്റെ പുതിയ മുതലാളി ഒളിച്ചു നിന്നുള്ള പരിപാടി? വല്ല രഹസ്യ കാമുകിമാർക്കും മെസ്സേജ് അയക്കുവാണോ? വെറുതെ മഹാപാപം പറയരുത്. ഞാൻ നമ്മുടെ ഒരു പ്രോജക്റ്റിന്റെ പഴയ ആഡ് സെർച്ച് ചെയ്യായിരുന്നു. ഇന്നൊരു മീറ്റിംഗിൽ ഡയറക്ടേഴ്സ് പറഞ്ഞത് അതുപോലെ ഒരു ആഡ് ചെയ്താൽ മാർക്കറ്റിൽ നമുക്കൊരു ഗുമ്മ് കിട്ടുന്ന. ആഹാ, സീറ്റിൽ ഇരിക്കും മുമ്പ് തന്നെ രഘു മാർക്കറ്റൊക്കെ സ്റ്റഡി ചെയ്ത് തുടങ്ങിയല്ലേ? ഗുഡ് മോർണിംഗ് സർ. വെരി ഗുഡ് മോർണിംഗ്. എന്താ ഇത്? സർ, നരിപ്പാറ എസ്റ്റേറ്റിലെ ആ വില്ല പ്രോജക്ടിന്റെ പ്രപ്പോസലാണ്. രവിവർമ്മൻ സർ ഓക്കെ പറഞ്ഞിരുന്നു. സാറിന് വേണമെങ്കിൽ വിളിച്ച് ക്രോസ് ചെക്ക് ചെയ്യാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. സാന്ദ്ര കൊണ്ടുവരുന്ന ഫയലൊക്കെ കണ്ണടച്ച് ഒപ്പിടാന്ന് ചേട്ടായി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. താങ്ക് യു സർ. അല്ല, രവിവർമ്മൻ സർ ഇന്നും ഓഫീസിൽ വരില്ലേ സർ? നോ ഐഡിയ സാന്ദ്ര, നേരിട്ട് തന്നെ വിളിച്ചു നോക്കൂ. ബൈ ദ ബൈ, നമ്മുടെ ക്ലയന്റ്സിനെല്ലാം കോംപ്ലിമെന്റ് കൊടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? എന്തായി ആ കാര്യങ്ങൾ? യെസ് സർ, അത് രവിവർമ്മൻ സാറിനോട് ഡിസ്കസ് ചെയ്യാനിരിക്കുകയായിരുന്നു. അതിന്റെ ബഡ്ജറ്റ് എത്രയാണ്, അതിന് എന്ത് കോംപ്ലിമെന്റ് കൊടുക്കണമെന്നൊക്കെ ഇനി വേണം തീരുമാനിക്കാൻ. ഞാൻ ആലോചിക്കുന്നത് ക്ലയന്റ്സിനെല്ലാം പുതിയ മോഡൽ മൊബൈൽ ഫോൺ കൊടുത്താലോന്നാ. നോ, മൊബൈലൊക്കെ ആൾക്കാരുടെ കയ്യിൽ 3-4 ഉള്ളതല്ലേ?
Our compliment should be something different, Sandra. Okay. You do one thing. പോയി ശ്രീലക്ഷ്മിയോട് ചോദിക്കേ എന്താണ് ഒപ്പീനിയൻ എന്ന്. ഇത്തരം കാര്യങ്ങളിൽ അവൾക്ക് നല്ല ഐഡിയാസ് ഉള്ള കുട്ടിയാ. ഓൾവേസ് തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്, ആന്ധ്ര. അതിന് ആ കുട്ടി ബെസ്റ്റാ. ഈ ഓഫീസിൽ മറ്റൊരാൾക്കും ആ കഴിവ് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ജസ്റ്റ് ഗോ ആൻഡ് ആസ്ക് ഹർ ഒപ്പീനിയൻ. ഗോ. ഗുഡ് മോർണിംഗ്. നോ, ഇറ്റ്സ് എ ബാഡ് മോർണിംഗ്. സോറി. ഹലോ, എന്താ സാന്ദ്ര മാഡം, രാവിലെ മൂഡ് ശരിയല്ലെന്ന് തോന്നുന്നല്ലോ. പിന്നല്ലാതെ എന്താ സർ ഇത്? ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി. ഈ ഓഫീസിലെ തല തൊട്ട് വാലറ്റം വരെ എല്ലാവർക്കും ശ്രീലക്ഷ്മി കൈവശം കൊടുത്തിരിക്കുകയാണെന്ന് തോന്നുന്നു. കൈവശമോ? അതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ സാന്ദ്ര മാഡം? എങ്കിൽ പിന്നെ നമുക്കൊരു മന്ത്രവാദിയെ തന്നെ വിളിച്ചു വരുത്തിയാലോ, കൈവിഷത്തിന് മറുവിഷം നൽകാൻ. പരിഹസിക്കണ്ട സർ. ഈ ഓഫീസിൽ എല്ലാ പേരും ശ്രീലക്ഷ്മിക്കാ അൺനെസസറി ബിൽഡപ്പ് കൊടുക്കുന്നത്. ഇന്ന് കൊച്ചുമുതലാളി രഘുചന്ദ്രവർമ്മന്റെ ഉത്തരവ്, ഈ സാൻഡ്ര ശ്രീലക്ഷ്മിയുടെ അടുത്ത് പോയി അഡ്വൈസും ഒപ്പീനിയനും ചോദിക്കാൻ. ബ്ലഡി ഹെൽ. അവളോട് ഞാനെന്ത് ഒപ്പീനിയൻ ചോദിക്കാനാ? ഞാനാര് അവളാര്? ആനയും ആട്ടുംകുട്ടിയും ഒരു തൊഴുത്തിൽ കെട്ടാറില്ല. അവളെപ്പോലെ വെളുക്കെ ചിരിച്ചു കാണിക്കുകയും ഉള്ളിൽ ഗൂഢലക്ഷ്യം വെച്ച് പുറമേ നിഷ്കളങ്കത അഭിനയിക്കുകയും ചെയ്ത് സാറിനെ ഇംപ്രസ് ചെയ്യാനുമാണോ അവളിൽ നിന്ന് മറ്റുള്ളവര് പഠിക്കേണ്ടത്? കഷ്ടം. ഞാൻ ഈ കമ്പനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് ആരും മനസ്സിലാക്കുന്നില്ല രാജാറാം സർ. I just feel like I'm doing a thankless job. ഏയ്, എല്ലാരും സാന്ദ്ര മാഡത്തിന് അങ്ങനെ കാണണമെന്നൊന്നുമില്ല. ഏതായാലും സാന്ദ്ര മാഡത്തിന്റെ ഡയലോഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നെപ്പോലൊരു ചൊല്ലിലാണല്ലോ കയറി പിടിച്ചിരിക്കുന്നത്. ആനയും ആട്ടുംകുട്ടിയെയും ഒരേ തൊഴുത്തിൽ കെട്ടില്ല എന്ന്. രാജാറാം സർ പ്ലീസ്. ഓക്കെ ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ്. എല്ലാ ദിവസവും കണി നൽകുന്ന ആളിനേക്കാളും ഒരു ദിവസം ബിരിയാണി കൊടുക്കുന്നവനാണ് ദൈവമെന്ന് ചിലർ വിചാരിക്കും. വി കാൻ ഹെൽപ്പ് ഇറ്റ്. ഓ മൈ ഗോഡ്, എനിക്കങ്ങ് മടുത്തു മടുത്തു മടുത്തു. എന്താ രാജാറാം സർ, രവിവർമ്മൻ സർ ഇതുവരെ ഓഫീസിൽ വരാത്തത്? അദ്ദേഹം വരില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷെ എന്തിനെന്ന് ചോദിക്കാനുള്ള അധികാരം എനിക്കില്ല സാന്ദ്ര മാഡം. ഐ എം സോറി. നോ വേ. കാരണം സാറിന് അറിയില്ലെന്ന് പറഞ്ഞ ഞാൻ വിശ്വസിക്കില്ല രാജാറാം സർ. പ്ലീസ് ടെൽ മീ, നമ്മുടെ സാറിന് എന്തു പറ്റി ഇങ്ങോട്ട് വരാതിരിക്കാൻ? സാറിനൊന്നും പറ്റിയില്ല. എന്തോ പ്രധാനപ്പെട്ട തീരുമാനം എടുക്കാനുണ്ട്. അതിനല്പം മനസ്സിന് സ്വസ്ഥത വേണമെന്ന് പറഞ്ഞ് ഏകാന്തവാസത്തില. വേദാന്തവും ആത്മീയതയെന്നൊക്കെ പറഞ്ഞ് എന്നെ കൺഫ്യൂഷൻ ആക്കണ്ട രാജാറാം സർ. കളിയും കോമഡിയൊന്നും കാണാൻ സമയമില്ലെന്നാണ് സത്യം. ഇടയ്ക്കൽപ്പ സമയം ഉണ്ടാക്കണം സാർ. വില കൂടിയ ഫോണ് വാങ്ങി കയ്യിൽ വെച്ചാൽ മാത്രം പോരാ. ഇന്നിപ്പോ ഫോണ് കൊണ്ട് സിനിമ പിടിക്കുന്ന കാല ഇത്. ഓ ആയിക്കോട്ടെ, എന്നാ പിന്നെ താൻ ഈ ഫോൺ കൊണ്ടുപോയി 1-2 സിനിമ പിടിച്ചിട്ട് വന്നാ മതി. ഓക്കെ, ഞാൻ റെഡി. പക്ഷെ സാറ് ഹീറോ ആയിട്ട് അഭിനയിക്കണം. എന്താ പറ്റോ? ശരി, ഹീറോയിൻ താനായിരുന്ന ഞാൻ ഓക്കെ. അല്ല, എന്താ നമ്മുടെ രണ്ടാളുടെ സിനിമയുടെ പേര്? അത് ഈസി അല്ലേ. ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് റൊമാൻറ്റിക് മൂവിയാ. പേര് ഇഷ്ടമാണ് 100 വട്ടം. എന്തു പറയുന്നു? ബ്യൂട്ടിഫുൾ. കൊടു. ഷോ, ഇത് പൂമ്പാറ്റയാണല്ലോ. പൂമ്പാറ്റയോ? അയ്യോ സർ, ഞങ്ങളുടെ കോളേജിൽ എല്ലാവർക്കും ഓരോരോ നിക്നെയിം ഇട്ടിട്ടുണ്ട്. ഇതെന്റെ കൊച്ചു കൂട്ടുകാരി ദേവുവ. അവൾ ഒരു സമയം അടങ്ങിയിരിക്കില്ല. എപ്പോഴും പൂമ്പാറ്റയെ പോലെ പറന്ന് പറന്ന് നടക്കും. അതുകൊണ്ട് ഞാനും കൃഷ്ണയും കൂടി അവൾക്ക് പൂമ്പാറ്റയെന്ന് പേരിട്ടു. കുഴപ്പമില്ല സർ, ഞാൻ പിന്നെ വിളിച്ചോളാം. അത്യാവശ്യമൊന്നുമില്ല. എനിക്ക് വേറൊരു കൂട്ടുകാരിയുണ്ട്, യമുന. അവളുടെ വട്ടപ്പേരെന്താന്ന് അറിയോ സാറിന്? ബലൂൺ ബേബി എന്നാ. ബലൂൺ ബേബിയോ?
അതെന്താ അങ്ങനെ? കാര്യൊക്കെ ഉണ്ട്. ആരെങ്കിലും ചെറുതായിട്ടൊന്ന് വഴക്കു പറഞ്ഞാ മതി, അവളുടെ മുഖം ഇരിക്കും. അതുകൊണ്ട് ഞങ്ങൾ അവൾക്ക് ബലൂൺ ബേബിന്ന് പേരിട്ടു. പിന്നെയുണ്ട് കൊറേ പേരുകള്: മഞ്ചാടി, ട്യൂബ് ലൈറ്റ്, പഞ്ചവർണ്ണത്തത്ത, സുന്ദരിക്കാക്ക, നൂഡിൽസ്. ഓ മതി മതി മതി, ധാരാളമായി. താൻ ചായ കുടിക്കേ. വല്ലപ്പോഴും അല്ലേ തന്നെ ഇങ്ങനെ ചായ കുടിക്കാൻ കൂടെ കിട്ടുന്നത്. അല്ല സർ, സാറിന് ഇതുപോലെ നിക്നെയിം വല്ലതുണ്ടായിരുന്നോ? സാറിന്റെ കോളേജ് ഡേയ്സ് എങ്ങനെയായിരുന്നു? എന്തായിരുന്നു സാറിന്റെ ഇരട്ട പേര്? തനിക്കപ്പോ കോളേജ് ഡേയ്സിലെ രവിയെ കാണാനാണോ അതോ ഇപ്പോഴത്തെ രവിചന്ദ്രവർമ്മനെ കാണാനാണോ കൂടുതൽ ഇഷ്ടം? എന്ന് ചോദിച്ചാ എനിക്ക് ഇപ്പോഴത്തെ രവിചന്ദ്രവർമ്മൻ സാറിനെ കാണാനാ കൂടുതൽ ഇഷ്ടം. ഞങ്ങൾ ന്യൂജൻകാർക്ക് സോൾട്ട് ആൻഡ് പെപ്പർ ഹീറോകളോട് കടുത്ത ആരാധനയാണ്. പ്രത്യേകിച്ചും താടിക്കാരന്മാരാണ് ഫേവറേറ്റ്. സന്തോഷം. അങ്ങനെയാണെങ്കിൽ തന്റെ ഫോണിൽ എന്റെ പേരിന് പകരം എന്തിരട്ട പേര ടൈപ്പ് ചെയ്തിരിക്കുന്നത്? എവിടെ കാണിക്കേ, ഞാൻ നോട്ടെ. വേണ്ട 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 വേണ്ട, ഇതുവരെ ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്നാ ഇനി ചെയ്താലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. അതൊക്കെ ശരി തന്നെ, പക്ഷേ ഓക്കെ സാർ, എനിക്ക് തോന്നുന്നത് സാർ ആകെ കൺഫ്യൂഷനിലായെന്ന. അതല്ല, സാറിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ കുട്ടിയെ തന്നെ നേരിട്ട് വിളിച്ച് ചോദിക്കാലോ. ഷീസ് വെരി മച്ച് ഹിയർ നൗ. ഓക്കെ സന്ദ്ര, then call her. നമുക്ക് ചോദിച്ചു കളയാം. ഓക്കെ സാർ. ശ്രീലക്ഷ്മി, ആ ഗ്രീൻ സിറ്റി പ്രോജക്ടിന്റെ ടെൻഡർ ഫയലും കൊട്ടേഷനും തന്റെ കൈവശമല്ലേ ഉള്ളത്? അത് ഇമ്മീഡിയറ്റ് ആയിട്ട് എടുത്തുകൊണ്ട് സാറിന്റെ ക്യാബിനിലേക്ക് വരണം. മതിയടി, മതി. ഈ നിമിഷമാണ് ഞാൻ കാത്തിരുന്നത്. ഈ മന്ദബുദ്ധി രഘുവർമ്മന് നിന്നോടുള്ള വിശ്വാസത്തിന് ഇന്നൊരു തീരുമാനമാകും. ഇനി നിന്റെ കാര്യം പോക്ക. സഫയർ, ഐ ട്രസ്റ്റഡ് യു ശ്രീലക്ഷ്മി. ഈ ജോലിക്ക് നീയാണ് ആപ്റ്റ് പേഴ്സൺ എന്ന് ഞാൻ കരുതി. പക്ഷെ ഇപ്പൊ നിന്നെ കാരണമാ ഈ കമ്പനിക്ക് വലിയൊരു കോൺട്രാക്ട് നഷ്ടമായിരിക്കുന്നത്. ഈ ഫയലിലെ ഡീറ്റെയിൽസും കൊട്ടേഷൻ എമൗണ്ടും ലീക്ക് ആയിരിക്കുന്നു. നഷ്ടം 100 കോടിയോളം രൂപയാ. ഇല്ല സർ, ഒരിക്കലും ഇല്ല. ഞാൻ ആ ഫയലിനെ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരിക്കായിരുന്നു. ഞാൻ ഇന്നും അതിനെ ഓഫീസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഡീറ്റെയിൽസ് ലീക്ക് ആവാൻ ഒരു സാധ്യതയില്ല സർ. അല്ല, ബ്രദറിൻലോ എവിടെ പോന്നു ഫയലൊക്കെ ആയിട്ട്? ഓഫീസിലേക്കൊന്ന് പോണം, ഒരാവശ്യമുണ്ട്. ഓഫീസിലേക്ക്? അതെ, രഘുവുമായിട്ട് സംസാരിച്ച ഒരു കാര്യത്തിലൊരു തീരുമാനം എടുക്കാനുണ്ടായിരുന്നു. അത് ശരി. അപ്പൊ എന്നോട് പറഞ്ഞ വാക്കുകളൊക്കെ വെറുതെ ആയിരുന്നു അല്ലേ? ഒഫീഷ്യലി എല്ലാത്തിൽ നിന്നും മാറി നിൽക്കാൻ പോവാണെന്ന്. ഞാൻ പറയട്ടെ വാസ്തവം, രഘുവിന് ബ്രദറിൻലോയ്ക്ക് തീരെ വിശ്വാസമില്ല. ജസ്റ്റ് ഫോർ നെയിം സേക്ക് ചേരെ പിടിച്ചിരുത്തിയിട്ട് തീരുമാനങ്ങൾ ഇപ്പോഴും ബ്രദറിൻലോ തന്നെ എടുക്കാൻ പോകുന്നത്. ഒരുതരം ബാക്ക് സീറ്റ് ഡ്രൈവിംഗ്. കൊള്ളാം, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നോ, യു ആർ മിസ്റ്റേക്കൺ നിത്യക്കുട്ടി. ഞാൻ ഒഫീഷ്യൽ കാര്യത്തിനല്ല പോകുന്നത്. ഒരു പ്രത്യേക കാര്യത്തിന് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കാൻ രഘുവായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യണം, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. ഞാനും അത് തന്നെയാ പറയുന്നത്. ഇമ്പോർട്ടന്റ് ഡിസിഷൻ എടുക്കാനുള്ള കഴിവ് രഘുവിനില്ലാന്ന് ബ്രദറിൻലോ കരുതുന്നു. അതിന് ബ്രദറിൻലോ നേരിട്ട് പോന്നു. ഓക്കെ ഫൈൻ, നടക്കട്ടെ. എനിക്കറിയാം, ബ്രദറിൻലോയും എല്ലാവരെയും പോലെ തന്നെയാ. വാക്ക് കൊടുത്തിട്ട് അതിന് യാതൊരു വിലയും കൽപ്പിക്കാറില്ല. എല്ലാം ഒരു നമ്പര്, അത്ര തന്നെ. ഇല്ല ഇല്ല, അനിയത്തിക്കുട്ടി വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഏതായാലും ഞാൻ ഓഫീസിൽ പോകുന്ന അനിയത്തിക്കുട്ടിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല. പോരെ, ഞാൻ കാരണം അനിയത്തിക്കുട്ടിയുടെ സന്തോഷം ഇല്ലാതാകാൻ പാടില്ല. ഐ ആം സോറി. കണ്ടോ,
അടിപൊളിയായിട്ടുണ്ടല്ലോ പപ്പി. നമ്മൾ ഈ ത്രില്ലർ സിനിമയിലൊക്കെ കാണുന്ന പോലല്ലേ കാര്യങ്ങള്. ഇത്തരം ഭാഗ്യം കിട്ടണമെങ്കിൽ യോഗം വേണം നമുക്ക്, കേസരി യോഗം. ഈ റെയ്ഡ് എന്നൊക്കെ പറയുന്നത് വലിയ വലിയ ആൾക്കാരുടെ വീട്ടിലല്ലേ നടക്കുന്നത്. ഇപ്പൊ നിനക്ക് മനസ്സിലായോ സുദർശനും ഫാമിലി ഏത് ലെവലിലെത്തിയെന്ന്? അങ്ങേരുടെ ഒരു ഭാഗ്യം. ഇതൊക്കെ നടക്കുന്നത് വലിയ വലിയ ആൾക്കാരുമായുള്ള കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടാ. നാളെ ഇവരുടെ ഫോട്ടോ എങ്ങാനും പത്രത്തിൽ അച്ചടിച്ചു വന്നാ പിന്നെ പിടിച്ചാ കിട്ടില്ല പപ്പി. മീരേറ്റ് കോളനി അങ്ങ് വേൾഡ് ഫേമസ് ആവില്ലേ, വേൾഡ് ഫേമസ്. പാവം ശ്രീലക്ഷ്മിക്ക് എന്നും ഓരോരോ പ്രശ്നങ്ങളാ. ചേട്ടാ ഇമ്മീഡിയറ്റ് ആയി ഒന്ന് ഓഫീസിൽ വരണം, ഇപ്പൊ തന്നെ. പ്ലീസ് പ്ലീസ് പ്ലീസ്. റിലാക്സ് റിലാക്സ്, സമാധാനമായിട്ടിരിക്കുക, സമാധാനമായിട്ട് സംസാരിക്കുക. എന്താ ഇവിടെ പറ്റിയ, എന്താ പ്രശ്നം? ചേട്ടായി അത് ഫസ്റ്റ് ഒന്ന് ഓഫീസിൽ വാ. ഐ വോണ്ട് ടു ടോക്ക് ടു യു. നമ്മുടെ ഓഫീസ് ഫയലും ഡീറ്റെയിൽസും എല്ലാം ലീക്കായി ചേട്ടായി. ഐ ആം സോറി. എന്റെ കയ്യിൽ നിന്ന് എന്തോ മിസ്റ്റേക്ക് പറ്റിയെന്ന് തോന്നല എനിക്ക്. ഐ ആം സോറി ചേട്ടായി, എത്രയും പെട്ടെന്ന് വരുമോ പ്ലീസ്? ഏത് ഫയല്, ഏത് ഡീറ്റെയിൽസ്? ആദ്യം അത് പറയേ, കേൾക്കട്ടെ. ചേട്ടായി അതൊന്നും എനിക്ക് ഫോണിൽ പറയാൻ ക്ഷമയില്ല. ചേട്ടായി ആദ്യം ഓഫീസിലേക്ക് വാ. ഐ കാൻ ഹാൻഡിൽ ദിസ് സിറ്റുവേഷൻ. പ്ലീസ് കം. സോറി, സിറ്റുവേഷൻ മോശമാണെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാൻ സാൻഡ്രയോട് പറയും. കൂടെ രാജാറാമുണ്ടല്ലോ. തൽക്കാലം എനിക്ക് അങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ട്. ഐ എം സോറി. ഹലോ ഹലോ. കുറച്ചു നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. വാട്ട് ഹാപ്പൻ ബ്രദർ ഇൻ ലോ? രഘുവിനോടുള്ള സംസാരം കേട്ടിട്ട് എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നുന്നല്ലോ. എന്തു പറ്റി? അറിയില്ല അനിത്യക്കുട്ടി. രഘു എന്നോട് പെട്ടെന്ന് ഓഫീസിലേക്ക് ചെല്ലാൻ പറയുന്നു. അവിടെ എന്തൊക്കെയോ ഇഷ്യൂസ് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. മൈ ഗോഡ്, എന്താ ബ്രദർ ഇൻ ലോ ഈ കാണിക്കുന്നേ? ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ വന്നാ രഘു ആകെ പാനിക് ആവൂന്ന് അറിയില്ലേ? നിനക്കൊന്നും അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞിട്ട് മാഡം അത് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുമ്പിൽ നാടകം കളിക്കാറുന്നില്ല ഇതുവരെയും. പക്ഷെ ഇപ്പൊ നിന്റെ വീട്ടിൽ നിന്ന് നമ്മുടെ സ്റ്റാഫ് പണം കണ്ടെത്തിയതിന് നിനക്ക് എന്ത് മറുപടിയാ പറയാനുള്ളത്? കമോൺ പറയ്, കേൾക്കട്ടെ. മാഡം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടല്ല മാഡം. ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് വിശ്വസിക്കണം. ഇത് വേറെന്തോ. മതി. നീ ആദ്യം ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയും. നിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ എല്ലാ എവിഡൻസും നിനക്കെതിരാണ്. അതിന് നിനക്ക് എന്ത് എക്സ്പ്ലനേഷൻ ആണ് പറയാനുള്ളത്? ഇതിന് നിനക്ക് എന്ത് പണിഷ്മെന്റ് ആണ് കിട്ടുന്നതെന്ന് അറിയാമോ? ഇതാണോ നിന്റെ ഇന്നസെൻസ്? ഇതാണോ നിന്റെ സിൻസിയറിറ്റി? ഇതാണോ നീ വർമ്മൻ ഗ്രൂപ്പിന് കൊടുക്കുന്ന റെസ്പെക്ട്? രഘുവർമ്മൻ സാർ, ഇതിനിപ്പോ ഇവൾക്കെതിരെ എന്ത് തീരുമാനം എടുക്കണമെന്ന് സാറ് തന്നെ തീരുമാനിക്കണം ഉടൻ. പാവൻ രഘുവർമ്മൻ സാർ നിന്നെ കണ്ണുടച്ച് വിശ്വസിച്ചു. പക്ഷെ നീ ചെയ്തതോ കൊടും വഞ്ചനം. ഐ കാന്റ് ബിലീവ് ദിസ്. ഒരു പാവം പെൺകുട്ടിയാണെന്ന് കരുതി രക്ഷപ്പെടാൻ വേണ്ടി ഒരു വലിയ ഉത്തരവാദിത്തം ഏൽപ്പിച്ചപ്പോ ഇങ്ങനെയാണോ കാണിക്കേണ്ടത്? നീ ഇത്രയും തരംതാണ പ്രവൃത്തി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ശ്രീലക്ഷ്മി. ഇറ്റ്സ് ടു ചീപ്പ്. ഇതിന്റെ പിന്നിൽ ഞാനാണെന്ന് ഒരിക്കലും രവിവർമ്മൻ സാർ അറിയാൻ പാടില്ല. വി നീഡ് ടു ഡു സംതിങ് രാജാറാം സാർ. സീരിയസ്ലി എന്തെങ്കിലും ഒരു ഐഡിയ പെട്ടെന്ന് പറയൂ പ്ലീസ്. സോറി, ഞാൻ മാഡത്തോട് പല തവണ സൂചിപ്പിച്ചിട്ടുണ്ട്. ശ്രീലക്ഷ്മി മാഡത്തിനെ കമ്പനിയിൽ നിന്ന് പുകച്ചു ചാടിക്കാൻ എന്തെങ്കിലും ചെയ്താൽ അതൊടുവിൽ മാഡത്തിന് തന്നെ തിരിച്ചടിയാകുമെന്ന്.
പക്ഷേ മാഡം അതൊന്നും സീരിയസ് ആയി ചെവിക്കൊണ്ടില്ല. അത് മാഡത്തിന്റെ കുഴപ്പമല്ല, പ്രായത്തിന്റെയാ. അതിനെയാണ് ചോരത്തിളപ്പെന്ന് സിമ്പിളായി പറയുന്നത്. ഇപ്പോ മാഡം സ്വയം വരുത്തിച്ച കുരുക്ക് സ്വയം തന്നെ അഴിക്കുന്നതാണ് നല്ലത്. എനിക്കൊന്നും ചെയ്യാനാവില്ല. ഐ ആം സോറി. അയ്യോ, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല മാഡം. വിശ്വസിക്കും മാഡം, പ്ലീസ് പ്ലീസ്. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ദൈവമേ, ആരുമല്ലേ ഇവരോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ. മാഡം മാഡം കളങ്കമില്ലാത്ത എന്റെ മോളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു പാട് വന്നാൽ ആത്മഹത്യ മാത്രമേ എന്റെ മുമ്പിലുള്ളൂ. അയ്യോ, ശ്രീലജ, വാതിൽ തുറക്ക്, വാതിൽ തുറക്ക് ശ്രീലജ. അയ്യോ, ആരെങ്കിലും ഓടി വരണേ. ഈ മനുഷ്യൻ എന്ത് കടിക്കൈ ചെയ്യാൻ പോകുന്നേ? ശ്രീലജ, വാതിൽ തുറക്ക് ശ്രീലജ. അയ്യോ മോളെ, ശ്രീലച്ചൻ വാതിൽ കുറ്റിയിട്ടു. എന്റെ ദൈവങ്ങളെ, ശ്രീലജ, വാതിൽ തുറക്ക് ശ്രീലജ. ശ്രീലജ, വാതിൽ തുറക്ക. അയ്യോ അച്ഛ, ഞാൻ കാല് പിടിക്കാം. വാതിൽ തുറക്ക്. കടുകയൊന്നും കാണിക്കില്ല ശ്രീലജ. എനിക്ക് മോക്കും വേറെ ആരുമില്ല. മോനെ, വാതിൽ ചവിട്ടി പൊളിക്കാം. എന്താ രാജാറാം സർ, അവിടുത്തെ വിശേഷം വല്ലതും അറിഞ്ഞായിരുന്നോ? അറിഞ്ഞു. വെറും വിശേഷമല്ല, നല്ല ഒന്നാം തരം ഡ്രാമ. ഡ്രാമയോ എന്ന് പറഞ്ഞ? നമ്മുടെ ഉമാ മേഡവും കൂട്ടരും കാശും കണ്ടെടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ ശ്രീലക്ഷ്മി മേഡത്തിന്റെ അച്ഛനങ്ങ് കയറി ഒരു അധിക പ്രസംഗം നടത്തി. ആത്മഹത്യാശ്രമം. അതേന്ന്. പക്ഷെ ജഗ പോകാന്നൊരു ഓളമുണ്ടാക്കിയ ശേഷം പക്ഷെ കൂളായിട്ട് കുറ്റിയിട്ട കഥകം തുറന്ന് പുറത്തിറങ്ങി വന്നു. നമ്മുടെ രവിചന്ദ്രവർമ്മ സാറിനെ തൃപ്തിപ്പെടുത്താൻ. ഓ ഐ സി. അപ്പൊ ശ്രീലക്ഷ്മിയെ കുരുക്കിലാക്കിയ ആൾ ആ കുടുംബത്തെ തന്നെ നശിപ്പിക്കുകയായിരുന്നു എന്നൊരു ഫീലിംഗ് രവിവർമ്മൻ സാറിന് ഉണ്ടാക്കിയെടുത്തു എന്ന് സാരം. എക്സാക്ട്ലി. ഈ ശ്രീലക്ഷ്മിയും കുടുംബത്തെയും ആശ്വസിപ്പിച്ച രവിചന്ദ്രവർമ്മൻ ഒരു ഉഗ്ര പ്രതിജ്ഞ എടുത്തിരിക്കുക. ഇതിന് കാരണക്കാരായവരാരായാലും അവരുടെ മുന്നിൽ നേരിട്ട് കൊണ്ടുവന്ന് പബ്ലിക്കായിട്ട് മാപ്പ് പറയിപ്പിക്കുവാണ്. ഓ പിന്നെ നടന്നു തന്നെ. ഇതിപ്പോ ജീവിതത്തിൽ ആദ്യമായി രവിവർമ്മൻ സാറിന് സ്വന്തം പ്രതിജ്ഞ നടപ്പിലാക്കാനാകാതെ എല്ലാവരുടെയും മുമ്പിൽ തോൽക്കേണ്ടി വരും. അത്രയുള്ളൂ. തീർച്ചയാണോ? ഇത്രയും നേരവും വിഷമിച്ച് ഭയന്നിരുന്ന സാന്ദ്ര മേഡം വലിയ ആത്മവിശ്വാസത്തിലാണല്ലോ സംസാരിക്കുന്നത്. വലിയ ആത്മവിശ്വാസം അല്ല രാജാറാം സർ, ചെറിയൊരു ആശ്വാസം. ദാറ്റ്സ് ഓൾ. യു നോ വൈ? ജസ്റ്റ് ബിക്കോസ് ഈ ശ്രീലക്ഷ്മിക്കോ അവളുടെ അച്ഛനോ അമ്മയ്ക്കോ മനസ്സിലായിട്ടില്ല ഈ കളി നടത്തിയത് ഈ സാൻഡ്രയാണെന്ന്. ആർ യു ഷുവർ? 100% ഷുവർ. അവരുടെ വീട്ടിൽ നിന്നും 25,000 രൂപ കണ്ടെടുക്കപ്പെട്ടു. പക്ഷേ അവർക്കറിയില്ല അതെങ്ങനെ അവിടെ വന്നു എന്ന്. അറിയുമായിരുന്നെങ്കിൽ അവർ ഉമാ മാഡത്തിനോടോ നമ്മുടെ മറ്റു സ്റ്റാഫുകളോടോ എന്തിന് രവിവർമ്മൻ സാറിനോടെങ്കിലും പറയുമായിരുന്നു ആ വിവരം. എന്താ, ശരിയല്ലേ? ലോജിക്കലി അത് ശരിയാണ്. പക്ഷേ അറിയാം.
ഞാൻ ആ സ്ത്രീയോട് മുമ്പൊരിക്കൽ 25,000 രൂപയുടെ പലഹാരത്തിന് ഡിമാൻഡ് വെച്ചിരുന്നു. അതല്ലേ സാറിന്റെ ഈ പക്ഷേ? അതെ. അത് ഞാനൊന്ന് നീട്ടി എറിഞ്ഞതല്ലേ രാജാറാം സാർ. ഒപ്പം ഞാൻ എന്റെ ഒരാളെ അവിടെ അയക്കുകയും ചെയ്തിരുന്നു. വെരി വെരി സോറി. ചേട്ടായുടെ പ്രതീക്ഷയ്ക്കൊത്ത് എന്റെ റെസ്പോൺസിബിലിറ്റി നിറവേറ്റാൻ എനിക്ക് കഴിയുന്നില്ല. എനിക്കറിയാം ചേട്ടായി, നഷ്ടപ്പെട്ട പ്രോജക്റ്റ് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന്. പക്ഷേ എനിക്ക് തെറ്റുപറ്റി. ഐ ഫെയിൽ കംപ്ലീറ്റ്ലി. Raghu, please don't worry. These are very common in the business, you know. പർവ്വതത്തിന് മുകളിലേക്ക് കയറുമ്പോൾ കാലിലൊരു മുള്ളു കൊണ്ടെന്ന് വെച്ച് നമ്മൾ തിരികെ ഇറങ്ങേണ്ട ഒരു കാര്യമില്ല. ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നീ ടെൻഷൻ അടിച്ചാ ഇനി വരാൻ പോകുന്ന ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ നീ എങ്ങനെ നേരിടും? സോ ബി ബോൾഡ്. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇവിടെ. അല്ലെങ്കിൽ തന്നെ നമ്മൾ മനുഷ്യരല്ലേ, ദൈവമൊന്നുമല്ലല്ലോ. ചില സമയങ്ങളിൽ നമ്മുടെ കൺമുന്നിലുള്ള കെട്ടുകൾ നമുക്ക് തന്നെ അഴിക്കാൻ കഴിയില്ല. പക്ഷെ വിശ്വസിച്ചോ, ഒരു ദിവസം ഏത് കുരുക്കും തനിയെ അഴിഞ്ഞു വരും. തെറ്റ് ചെയ്തവർ പിടിക്കപ്പെടുമെന്ന് ഉറപ്പ്. അതുകൊണ്ട് നീ ഇപ്പോ ഇതിനെപ്പറ്റി ചിന്തിക്കേ വേണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ആ, പിന്നൊരു കാര്യം മാത്രം, കമ്പനിയിലെ ഈ വിഷയം വീട്ടിലുടൻ നമ്മൾ അറിയിക്കണ്ട. അമ്മയ്ക്ക് വിഷമാവും. അതുകൊണ്ട് ശരി ചേട്ടായി, ഞാനൊന്നും പറയുന്നില്ല. That's good. ഈ വിഷയത്തിൽ നാളെ നമ്മൾ മീറ്റിംഗ് നടത്തും. അവിടെ എല്ലാം സംസാരിക്കാം. അവിടെ നമുക്ക് നീരേറ്റ് കോളനി ശ്രീലക്ഷ്മിയുടെ വീട് സെർച്ച് ചെയ്തവരുടെയും അഭിപ്രായം കേൾക്കാം. അവര് പറയട്ടെ അവിടെ എന്താ സംഭവിച്ചതെന്ന്. ബാക്കി നമുക്ക് അപ്പാലേക്ക്. എന്താ, അതുപോലെ? മതി ചേട്ടായി, നമ്മുടെ ഭാഗത്തുനിന്ന് അന്യായം സംഭവിക്കരുത്, അത്രേ എനിക്കുള്ളൂ. എനിക്കും. ഏതായാലും ഒരിക്കൽ കൂടി ഞാൻ പറയാം, ഇപ്പൊ നടന്ന വിഷയത്തിൽ നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. യു ആർ ഇന്നസെന്റ്. എന്നാൽ തെറ്റ് ചെയ്ത ചിലർ അങ്ങനെയല്ല. ഒരിക്കൽ അവർക്ക് കീഴടങ്ങിയേ പറ്റൂ. നാളെ ഞാൻ അതാരാണെന്ന് കണ്ടുപിടിക്കും. നീ വേണം ആ കുറ്റവാളിക്കുള്ള ശിക്ഷ കൽപ്പിക്കാൻ. പ്രോബ്ലം? എന്ത് പ്രോബ്ലം? അപ്പോ ബ്രദറിനുള്ള സ്വന്തം അമ്മയോട് പോലും ഒന്നും പറഞ്ഞിട്ടില്ലല്ലേ? ഇപ്പൊ രണ്ടാളും ഒരുമിച്ച് ധൃതിയിൽ ഓഫീസിലേക്ക് പോയിരിക്ക. കണ്ടിട്ട് അവിടെ കാര്യമായ എന്തോ പ്രശ്നമുള്ളത് പോലെയാ എനിക്ക് തോന്നിയത്. വലിയ കമ്പനിയല്ലേ രേഖ, പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണാതിരിക്കുവോ? പിന്നെ എല്ലാ പ്രശ്നങ്ങളും അവര് വീട്ടിൽ വന്ന് പറയണമെന്നൊന്നും ഇല്ലല്ലോ. ദേ, നീ വന്ന് സംശയത്തോടെ ചോദിക്കുമ്പോ എനിക്ക് തന്നെ ദേഷ്യം വരുന്നുണ്ട്. അപ്പൊ അവരോടും ഇങ്ങനെ ചോദിച്ചോണ്ട് ചെന്നാ ചിലപ്പോ അവർക്ക് പറയാൻ താല്പര്യമില്ലായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ സ്ത്രീകളോട് പറയേണ്ട വിഷയമായിരിക്കില്ല. ഇനി നീയായിട്ട് അതിനെ കുത്തിപ്പൊക്കി അവരെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കരുത്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ മദറിലോട് ജസ്റ്റ് ഒന്ന് ചോദിച്ചതേ ഉള്ളൂ, അപ്പോഴേക്കും കിട്ടിയ ചാൻസ് ഉപയോഗിച്ച് എന്നെ ഉപദേശിക്കല്ലേ? നന്നായിരിക്കുന്നു. ചോദിക്കാൻ വന്ന എന്നെ വേണം ചാട്ടവാറിട്ടടിക്കാൻ. ഈ കുട്ടി ഇതെന്താ എപ്പോഴും ഇങ്ങനെ? അമ്പിനും വില്ലിനും എടുക്കാത്ത പ്രകൃതമാണല്ലോ. ഗോപി, അമ്മേ, ദേ അവക്ക് ഫ്രിഡ്ജിൽ നിന്ന് വല്ല പപ്പായ ജ്യൂസോ ഫ്രൂട്ട്സോ എന്തെങ്കിലും ഒന്ന് എടുത്തു കൊടുക്ക്. തലയൊന്ന് തണുക്കട്ടെ. ഞാനും രാഹുലും ജോസഫും അവിടെ എത്തുന്ന സമയം വരെ ശ്രീലക്ഷ്മിയുടെ വീട്ടിൽ നിന്നും ഒരു എവിഡൻസും കിട്ടില്ല എന്നാ കരുതിയത്. വി ട്രസ്റ്റഡ് ശ്രീലക്ഷ്മി. അതുകൊണ്ട് തന്നെ കൂളായിട്ടാ പരിശോധന നടത്തിയത്. പക്ഷേ
ഓക്കെ, ആസ് എ സീനിയർ സാറിന്റെ അഭിപ്രായം എന്താ? ശ്രീലക്ഷ്മിയാണ് കൾപ്രിറ്റ് എന്ന് സാർ വിശ്വസിക്കുന്നുണ്ടോ? നോ, എനിക്കിപ്പോഴും ശ്രീലക്ഷ്മി സംശയമൊന്നുമില്ല സർ. അവരുടെ വീട്ടിൽ നിന്നും പണം കണ്ടെത്തിയ സത്യമായിരിക്കും, പക്ഷേ അത് അവരറിയാതെ ആരോ കൊണ്ടുവച്ചിരിക്കാനാണ് സാധ്യത. എക്സ്ക്യൂസ് മീ സർ, രാമമൂർത്തി സാറിന്റെ അതേ അഭിപ്രായമാണ് എനിക്കുള്ളത്. കിട്ടിയ കാശ് അവർ സ്വന്തം ആവശ്യത്തിന് വേണ്ടി കരുതി വെച്ചതാണെങ്കിലോ? 25,000 രൂപ അത്ര വലിയ കാശൊന്നുമല്ല ഈ കാലത്ത്. സോറി, അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഒരു വീട്ടിൽ അവരറിയാതെ മറ്റൊരാൾക്ക് പണം കൊണ്ടുവയ്ക്കാൻ പറ്റോ? ഇല്ല. മാത്രമല്ല, ആ കാശ് അവരുടേതാണെന്ന് ആ വീട്ടുകാർ പോലും സമ്മതിക്കുന്നുമില്ല. യു ആർ റൈറ്റ് ജോസഫ്. ആ കാശ് അവരുടെ സ്വന്തമാണെങ്കിൽ അവരത് ക്ലെയിം ചെയ്യാത്തതെന്താ? അതാണ് സംശയം ഇരട്ടിപ്പിക്കുന്നത്. ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ്. ഇനിയിപ്പോ ശ്രീലക്ഷ്മി തെറ്റ് ചെയ്തിട്ടില്ല എന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ നമ്മുടെ മുന്നിൽ? ഒരിക്കലുമില്ല സർ. ശ്രീലക്ഷ്മി തെറ്റുകാരി അല്ലെന്ന് തെളിയിക്കാനുള്ള ഒരു പ്രൂഫും അവളുടെ കയ്യിലില്ല. നമ്മളും അതിനെ ശ്രമിച്ചിട്ടില്ല ഇതുവരെ. ആക്ച്വലി ഐ ഹേറ്റ് ടു സേ ദിസ് സർ. ശ്രീലക്ഷ്മിയുടെ ബിഹേവിയർ കാണുമ്പോ അവൾ തെറ്റുകാരി അല്ലെന്ന് വിശ്വസിക്കാനേ കഴിയുന്നില്ല എന്നതാണ് സത്യം. അതുമല്ല, ഇന്നലെ സാർ വന്നപ്പോ അവൾ ഓടി വന്ന് എന്താ ചെയ്തത്? ഷീ ക്രിയേറ്റഡ് സച്ച് എ ബിഗ് സീൻ. സാർ, ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. സാർ എന്നെ വിശ്വസിക്കണം. ഇവരെല്ലാരും കൂടി എന്നെ... ശ്രീലക്ഷ്മി, കം ഓൺ. ആദ്യം തന്നെ കരച്ചിൽ നിർത്തും. താൻ നിരപരാധിയാണെന്ന് കാണിക്കാനുള്ള ഒരു മുൻകൂർ നാടകമായിട്ടാ എനിക്കത് അനുഭവപ്പെട്ടത്. ഐ എം സോറി മാഡം, പ്ലീസ്. ഞാൻ ചെയ്യാത്ത തെറ്റിനെ സമ്മതിക്കാൻ പറഞ്ഞ ഞാൻ എങ്ങനെ സമ്മതിക്കും? ആക്ച്വലി ഞാൻ എന്റെ ഷോക്കില്... പിന്നെയും തുടങ്ങി അവളുടെ ഡ്രാമ. എക്സ്ക്യൂസ് മീ, ഈ സരോജ മാഡത്തിന്റെ വീടേതാ? ഇതാ. മാഡം ഉണ്ടോ അവിടെ? മുകളിൽ നിൽക്കുന്ന കണ്ടു. വെയിറ്റ് ചെയ്യണേ, ഞാൻ ചെയ്ത് പറയാം. ആ, ശരി. ആന്റി, ഒരാൾ അന്വേഷിച്ചു വന്നിട്ടുണ്ട്. ആര്? അറിയില്ല, എന്തോ ഉദ്യോഗസ്ഥനാണെന്നാ തോന്നുന്നേ. ഉദ്യോഗസ്ഥനോ? എന്റെ കരിക്കൂത്തിയമ്മേ, ബാങ്കിലെ ലോണ് മുടങ്ങിയതുകൊണ്ടേ മാനേജർ വീട് ജപ്തി ചെയ്യാൻ വന്നാണോ എന്തോ. ആരാ? എവിടുന്നാ? എന്താ വേണ്ടത്? ഗുഡ് മോർണിംഗ് മാഡം. മാഡം അല്ലേ സരോജം? അത് ഞാൻ തന്നെ. നിങ്ങളാരാ? മനസ്സിലായില്ല. മാഡം, ഞാൻ പഴംപൊരിക്ക് ഓർഡർ തരാൻ വന്നതാ. വിമൻസ് ക്ലബിലെ സൂസൻ മാഡത്തിനോട് വർമ്മൻ കമ്പനിയിലെ സാന്ദ്ര മാഡം പറഞ്ഞിട്ട്. ഓ, സാന്ദ്ര മാഡം പറഞ്ഞ പയ്യൻ അനിയനാണല്ലേ? വാ വാ, അകത്തേക്ക് ഇരിക്കാം. ശരി മോളെ. ശരി ആന്റി. ഇങ്ങോട്ടിരുന്നാട്ടെ. മാഡം ഉണ്ടാക്കിയ പലഹാരങ്ങൾ ഞങ്ങൾക്കെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് പഴംപൊരിയും നെയ്യപ്പവും പരിപ്പോടയും കൂടെ ഓരോ കവറിൽ പായ്ക്ക് ചെയ്ത് നൽകാമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നമുക്ക് ഒരു 500-600 പാക്കറ്റ് പലഹാരങ്ങൾ വേണ്ടി വരും. ഉണ്ടാക്കി തരാൻ പറ്റുമോ മാഡത്തിന്? 500-600 പാക്കറ്റോ? അതെ. എന്താ ബുദ്ധിമുട്ടുണ്ടോ മാഡത്തിന്? ഇല്ല ഇല്ല ഇല്ല, 2-3 പേരെ ജോലിക്ക് വെക്കണമെന്നേ ഉള്ളൂ. പലഹാരം ഉണ്ടാക്കി തരാൻ ഞാൻ റെഡിയാ. പക്ഷേ റേറ്റ് അല്പം കൂടുതലായിരിക്കും. അത് താങ്ങാൻ പറ്റുമോ നിങ്ങക്ക്? അതൊന്നും കുഴപ്പമില്ല. പലഹാരത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നാ മതി. വില അല്പം കൂടിയാലും ഒരു പ്രശ്നമില്ല. എങ്കിൽ പിന്നെ അങ്ങനെ ആവട്ടെ. അല്ല, അനിയന് കുടിക്കാൻ എന്തെങ്കിലും? പിന്നെന്താ, മാഡം നന്നായി ജിഞ്ചർ ടീ ഉണ്ടാക്കുമെന്ന് സാന്ദ്ര മാഡം പറഞ്ഞിരുന്നു. അതുകൊണ്ട് ബുദ്ധിമുട്ടില്ലെങ്കിൽ. എന്ത് ബുദ്ധിമുട്ട്? അനിയനിരിക്കെ, ഞാൻ ഇഞ്ചി ചായ തന്നെ ഇട്ട് തരാം. അതെ, എന്റെ സ്പെഷ്യൽ ഐറ്റോ. ശരി മാഡം, ഞാനിരിക്കാം. അയാളന്ന് ചായ കുടിച്ചിട്ട് സന്തോഷത്തോടെ പോയി.
ഞാൻ വിചാരിച്ചത് അടുത്ത ദിവസം വിളിക്കുമെന്നാ. പക്ഷെ പിന്നെ ഞാനും അതങ്ങ് മറന്നു. പിന്നെ ഇപ്പൊ സാറ് പരിചയമുള്ളവരെ ഇല്ലാത്തവരെ വീട്ടിൽ വന്നെന്ന് ചോദിച്ചപ്പോഴാ എനിക്ക് അയാളെ ഓർമ്മ വന്നത്. മുമ്പ് ഞാനുണ്ടാക്കിയ മുറുക്കും പഴംപൊരിയും നെയ്യപ്പം ഒക്കെ മോൾ ഓഫീസിൽ കൊണ്ടുവന്നിരുന്നു. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ടാ സാന്ദ്ര മാഡം സൂസൻ മാഡത്തിനോട് പറഞ്ഞ് സൂസൻ മാഡം അയാളെ പറഞ്ഞയച്ചത്. പിന്നെ കുറച്ച് പൈസ കൈ കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാ ഞാൻ പലഹാരം ഉണ്ടാക്കി കൊടുക്കാന്ന് സമ്മതിച്ചത്. നിനക്കെന്തിനാണ് ഇപ്പൊ കാശിന് എത്ര അത്യാവശ്യം? ഞങ്ങൾ ജോലിക്ക് പോകണില്ലേ അവിടെ? ഏയ് ശ്രീലക്ഷ്മി പ്ലീസ്, സരോജമ്മ പറഞ്ഞു തീർക്കട്ടെ. സരോജമ്മ, പിന്നീട് എന്താ സംഭവിച്ചത്? പിന്നെ ഒന്നും സംഭവിച്ചില്ല സാർ. അയാള് മടങ്ങിപ്പോയി, അത്രേ ഉള്ളൂ സാർ. ഒരു 2 മിനിറ്റ്, ഞാൻ ഒന്നാലോചിക്കട്ടെ.